പ്രകൃതി ഭംഗി അണിയിച്ചൊരുക്കി ഈ ഒരു ചിത്രം ശരിക്കും ഒരു നാച്ചുറാലിറ്റി ഫീൽ കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ ശരിയാണ്. ഞാൻ ആക്ച്വലി ഈ സിനിമയിലൊരു പാർട്ടാണ്. പ്രമീള എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി കംപ്ലീറ്റ് എൻ്റർടൈനറാണ് പറന്ന് ചെല്ലാനായിട്ട്. എല്ലാവരും ഓഡിയൻസ് തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം. ബിക്കോസ് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ്. മധുവാട്ടൻ പാട്ട് സാറിൻ്റെ ക്യാമറയാണ്. പിന്നെ ജിഷ്ണുവിൻ്റെ ഡിറക്ഷനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആൻഡ് എവറി ആർട്ടിസ്റ്റ് ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടൊരു സ്പേസ് തന്ന് പോയിരിക്കുന്ന ഒരു സിനിമയാണ്. ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, അതിമനോഹരമായിട്ടുള്ള കുറച്ച് ഗാനങ്ങളുണ്ട് സിനിമയിൽ. നമ്മളിപ്പോൾ മലയാള സിനിമയിൽ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സും ഒരു ഫാമിലി ബോണ്ടിങ് കാണിക്കുന്ന സോങ്സും ഒക്കെ ഉണ്ട്. അതിൽ വിഷ്വലൈസേഷനും ഭയങ്കര രസമാണ്. പിന്നെ ഒരു പാവകളി, ഗരുഡൻ തുള്ളൽ, അങ്ങനത്തെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയും സിനിമ കടന്നു പോകുന്നുണ്ട്. ശരിക്കും ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പഴമയെ ഉണർത്തി കാണിക്കുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ ഇതൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ അച്ഛനമ്മമാരുടെ സ്റ്റോറീസ് എന്നൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഇത് കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ഈ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇത് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കലകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും ഈ ഒരു സിനിമ ചിലപ്പോൾ ഉപകരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയതിനു ശേഷം സിദ്ധാർത്ഥ് ഭരതനെ കുറിച്ച് വളരെ ഉയർന്ന നിലയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഒത്തിരി ചിത്രങ്ങളും വളരെ വ്യത്യസ്തങ്ങൾ നിറഞ്ഞാണ്. ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? അയ്യോ, സിദ്ധാർത്ഥ് ഭരതൻ നമ്മൾ ഒബ്വിയസ്ലി അദ്ദേഹത്തിന്റെ ടാലന്റ് ഓവർ ദ ഇയേഴ്സ് കണ്ടുവന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇപ്പം ബ്രഹ്മയുഗമാണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറിലെ പടം. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഡയറക്ടർ കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് അത് മീറ്റർ പിടിച്ചു പോകാനും എങ്ങനെയാണത് പോർട്രേ ചെയ്യേണ്ടത്, മറ്റൊരു ഡയറക്ടർ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എക്സാക്ട്ലി മനസ്സിലാക്കി ചെയ്യാൻ തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ നമ്മൾ ആരും മറക്കാനും സാധ്യതയില്ല. എല്ലാവരും അത് ഡെഫിനറ്റ്ലി അത് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. സിദ്ധാർത്ഥന്റെ അടുത്തൊരു പൊൻതൂവൽ കൂടിയാണ് ബ്രഹ്മയുഗത്തിനും സൂക്ഷ്മദർശിനിക്ക് ശേഷം വന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഈ സതീഷ് എന്നുള്ള ക്യാരക്ടർ അറിയപ്പെടും. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് കൊടുക്കാൻ നല്ലൊരു ഗിഫ്റ്റാണ് ചിത്രം അല്ലേ? തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ചില പെർട്ടിക്കുലർ ജോണേഴ്സിലാണ് ഇപ്പോൾ മലയാള സിനിമ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. കോമഡി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു എന്താ പറയണേ, കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിയൻസിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് പറഞ്ഞത്. അതെ, അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രകൃതി ഭംഗിയാണ് ചുരുക്കിയ ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും പഴമയെ ഉണർത്തുന്ന പുതിയ ജനറേഷൻ നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. തീർച്ചയായിട്ടും.